ആ സ്ഥാനത്തേക്ക് വരാൻ വേറെയും ഒരുപാട് പേർ യോഗ്യരായി നിൽക്കുമല്ലോ. അതാണ് ചോദിച്ചത്. 22 വർഷക്കാലം സേവനം നൽകിയ ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ഒരാളെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിന് പിന്നിലെ താല്പര്യം എന്താണ്? അങ്ങനെ പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടെന്ന് തോന്നുന്നില്ല. സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് നിയമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ആ തീരുമാനം വരുന്നത്? താൽക്കാലിക നിയമനം കിട്ടിയത് 24/4/2024 അപേക്ഷ കൊടുത്തത് 25/4/24 അപ്പോൾ അപേക്ഷയ്ക്ക് മുന്നേ കിട്ടി. അതിനുള്ള ഫയൽ നീക്കിയത് ഭരണാനുകൂല സംഘടനാ നേതാവിൽ നിന്നാണെന്ന് പുറത്തു വന്ന വിവരം. താങ്കൾക്ക് നിഷേധിക്കാം അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. നിയമനം 179 ദിവസത്തേക്കാണെന്നും പറയുന്നു. കാലയളവ് കഴിഞ്ഞപ്പോൾ വീണ്ടും പുതുക്കി നൽകുകയാണെന്നും പറയുന്നു. അപ്പോൾ റിട്ടയറായ ഒരു ജീവനക്കാരന് വീണ്ടും മറ്റൊരു പോസ്റ്റ് നൽകുക, ആ പോസ്റ്റ് പുതുക്കി നൽകുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേക താല്പര്യം ആ ജീവനക്കാരനോട് ഉണ്ടാകുമല്ലോ. അതെന്താണ്? റിട്ടയറായ ജീവനക്കാരെ പുനർനിയമിക്കുന്നത് ഒരു പുതിയ സംഭവമല്ലല്ലോ. അത് സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, അവരുടെ സേവനം പ്രത്യേകമായിട്ടുള്ള സേവനം ആവശ്യമായി വരുന്ന എല്ലാ മേഖലകളിലും, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നാലും സർക്കാർ സ്ഥാപനങ്ങളായിരുന്നാലും വകുപ്പുകളായിരുന്നാലും അത്തരത്തിൽ പ്രത്യേകമായിട്ടുള്ള സേവനം ആവശ്യമായി വരുന്ന മേഖലകളിലെല്ലാം നിയമിക്കുന്നുണ്ട്. പിന്നെ നിയമനം നടത്തുന്നത് 179 ദിവസത്തേക്കാണ്. താൽക്കാലികമായിട്ടുള്ള നിയമനം ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് 179 ദിവസത്തേക്കാണ്. കൂടുതൽ കാലത്തേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ അവരെ റെഗുലർ തസ്തികയിലേക്ക് ക്രമീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോടതി ഉത്തരവിൻ്റെ ഭാഗമായി. അതുകൊണ്ട് 179 ദിവസത്തേക്ക് കൊടുക്കുന്നു. ഒരു ദിവസത്തെ ബ്രേക്ക് നൽകിക്കൊണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും സേവനത്തിലേക്ക്. തൊഴിലില്ലാതെ ഒരുപാട് ചെറുപ്പക്കാർ പുറത്തു നിൽക്കുമ്പോഴാണല്ലോ ഈ പറഞ്ഞ റിട്ടയർ ചെയ്ത ശേഷം പുതുക്കി പലതവണയായി കൊടുക്കുന്നത്. അതാണ് ആ ചോദ്യം വരുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ PSC വഴിയിലുള്ള നിയമനങ്ങൾ, ലക്ഷക്കണക്കിന് നിയമനങ്ങളാണല്ലോ കഴിഞ്ഞ 8-8.5 വർഷമായി പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നൽകി വരുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പരിഗണിക്കുന്ന ഒരു സർക്കാരാണ്. മുൻകാലങ്ങളിൽ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നത് പോലെ നിയമന നിരോധനമോ നിയമനം നൽകാത്ത അവസ്ഥയോ ഇപ്പോൾ നിലവിലില്ലല്ലോ. ലക്ഷക്കണക്കിന് തസ്തികകളിലെ തസ്തികകളിലേക്കല്ലേ പുതുതായി നിയമനം നൽകുന്നത്. പുതുതായി എത്രയോ തസ്തികകൾ വിവിധ മേഖലകളിൽ, ആരോഗ്യ മേഖലയിലും പിന്നെ അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ അനുവദിച്ച സർക്കാരാണല്ലോ. ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ പിന്നെ തീരുമാനവും അതാണ്. 570 പുതിയ തസ്തികകൾ പുതുതായി അനുവദിച്ച സർക്കാരാണല്ലോ ഇത്. അതുകൊണ്ട് പിന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പരിഗണിക്കാത്ത ഒരു സർക്കാർ എന്നുള്ള വാദത്തോട് യോജിക്കാൻ കഴിയില്ല. അല്ല, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ നിയമനം ഏത് വഴിയിലാണ്? അദ്ദേഹത്തിന്റെ നിയമനം ഞാൻ സൂചിപ്പിച്ചല്ലോ, അതൊരു താൽക്കാലികമായിട്ടുള്ള തസ്തികയാണ്. താൽക്കാലികമായാലും എങ്ങനെയാണ് താൽക്കാലികം വരുന്ന രീതി, എങ്ങനെയാണ് വഴി, എങ്ങനെയാണ് ഒന്ന് വിശദീകരിക്കാമോ? താൽക്കാലികം എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകമായിട്ടുള്ള സേവനം ആവശ്യമായ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ക്ലറിക്കൽ അസിസ്റ്റന്റായി പിന്നെ തപാൽ സെക്ഷനിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ തപാൽ സെക്ഷനുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ തപാലുകൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി അതാത് ഓഫീസുകളിലേക്ക് നേരിട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് സ്പെഷ്യൽ മെസ്സഞ്ചറുടെ ചുമതല. അതിൽ അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള നിയമനം നൽകി. അല്ല, നേരത്തെ അതായിരുന്നോ ജോലിയല്ലോ? നേരത്തെ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ തപാൽ സെക്ഷനുകളിൽ, അതായത് കത്തുകളും മറ്റുമൊക്കെ വരുന്ന സെക്ഷനുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന്റെ ജോലി വരുന്ന തപാലുകൾ രേഖപ്പെടുത്തി കൃത്യമായി സെക്ഷനുകളിലേക്ക് എത്തിക്കുക, സെക്ഷനുകളിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷനുകൾ, കത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റു ഓഫീസുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതാണ് ക്ലറിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അത് ചിത്രസേനായിരുന്നാലും മറ്റേത് ആ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആരായാലും ചെയ്യുന്നത്. അപ്പോൾ അതേ സ്വഭാവമുള്ള ഒരു തസ്തികയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത്. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതേ പോസ്റ്റിൽ ധനവകുപ്പിൽ അതേ ജോലി ചെയ്യാൻ അദ്ദേഹമാണ് കൂടുതൽ പ്രാപ്തൻ. അപ്പോൾ പുറത്തുള്ളവർ വരുന്നതിനേക്കാൾ നേരത്തെ ആ ജോലി ചെയ്തവർക്കാണ് അത് കൂടുതൽ ചെയ്യാൻ സാധിക്കുക, അല്ലേ? മെസ്സഞ്ചറായി പോവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള, കൂടുതൽ അതിൽ എക്സ്പീരിയൻസ് വേണ്ട ഒരു ജോലിയാണ്. അതിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് തുടർ നിയമനങ്ങൾ പലതവണയായി കിട്ടിയ പശ്ചാത്തലത്തിലാണോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ വരികൾ വന്നിരിക്കുന്നത്? അദ്ദേഹം ഒരു കവിയാണ്. അദ്ദേഹം സേവനത്തിലുണ്ടായിരുന്ന കാലത്തും അതിനു മുമ്പ് അദ്ദേഹം പിന്നെ
ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. ആ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിലും ഒപ്പം തന്നെ പഠന കാലഘട്ടത്തിലുമൊക്കെ കവിതകൾ ധാരാളമായി രചിച്ചിട്ടുള്ള ഒരാളാണ്. വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക ഇടങ്ങളിൽ തൻ്റെ കവിത അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. അവാർഡുകൾ ഇതിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ ഒരു കവിയാണ്, ഒരു മഹാകവിയാണ്, മഹാകാവ്യം രചിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലമുള്ള ഒരാളാണ്. ഇവിടെ വന്നതിന് ശേഷം റിട്ടയർ ചെയ്തതിന് ശേഷമല്ല അദ്ദേഹം എഴുതി തുടങ്ങിയത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.